ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് 2.5 kg വെയിറ്റിൽ വരുന്ന ഒരു ക്യാരമൽ കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നോർമൽ വാനില സ്പഞ്ചാണ് കേട്ടോ. നമുക്കിതിൻ്റെ ഫില്ലിങ്സിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 250 ml കപ്പാണ് എൻ്റേത്. അപ്പോൾ നിങ്ങളുടെ കപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2.5 കപ്പ് മൈദയും അതിനൊപ്പം തന്നെ 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി നമ്മുടെ ഫ്ലോറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 3 തവണ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് എല്ലാ ഭാഗത്തും നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്പഞ്ചൊക്കെ പൊങ്ങി റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി ഞാൻ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള 4 എഗ്ഗിന് 1 ടീസ്പൂൺ വീതം വാനില എസൻസ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വരുമ്പോൾ നമ്മുടെ നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് ഇട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ സ്പഞ്ച് കറക്റ്റായിട്ട് റെഡി ആയി വരില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് സ്പാച്ചില മിക്സ് ചെയ്തതിന് ശേഷം ബീറ്ററിൽ സ്ലോ സ്പീഡിലിട്ട് ഒന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് ഓവനിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ വാനില സ്പഞ്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേക്ക് കാണുമ്പോൾ എല്ലാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിങ് പരിപാടികളിലേക്കൊക്കെ കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സിറപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പാല് ക്യാരമൽ ചെയ്ത സിറപ്പിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ സോക്കിംഗ് സിറപ്പ് നമ്മൾ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തണുപ്പിക്കാനായിട്ട് നമ്മുടെ നോർമൽ ക്യാരമൽ സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു, ദെൻ സോക്ക് ചെയ്തു, ക്യാരമൽ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ എല്ലാ ലെയറിലും സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരമൽ സോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ക്യാരമൽ സോസ് എക്സ്ട്രാ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. കാരണം കൂടുതലും എനിക്ക് ഓർഡേഴ്സ് വരുന്നത് ബട്ടർ സ്കോച്ച് ക്യാരമലൊക്കെയാണ് കൂടുതലായിട്ട് സെയിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊരു 2 ടയർ കേക്കാണ് കേട്ടോ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ താഴത്തെ ടയർ ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്നൊരു കോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും വിപ്പിംഗ് ക്രീമിൽ കളർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടം ടയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സ്റ്റീലിൻ്റെ സ്പാച്ചില വെച്ച് സൈഡൊക്കെ ഒന്ന് സ്ക്രൈപ്പ് ചെയ്ത് നല്ല വൃത്തിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടം ടയർ ഇവിടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിലെ ടയറും കൂടി തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ കവർ ചെയ്ത് സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ടയർ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഇനി വെച്ച് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫോണ്ടൻ്റെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് വരുന്നത് ഒരു ഡൈനോ തീമിലായിരുന്നു. കസ്റ്റമർ പിക്സ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എക്സാക്റ്റ് കളർ എക്സാക്റ്റ് ഡെക്കറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ പേര് എഴുതുന്നതും ഈ കേക്കിൻ്റെ ഡബിൾ ഷെയ്ഡ് പോലെ തന്നെ ബ്ലൂ ആൻഡ് ഗ്രീൻ കളറിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡെക്കറേഷൻസൊക്കെ നമ്മൾ മഴയുടെ ടൈമിൽ നമുക്ക് ഫോണ്ടൻ്റ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമ്മളത് കറക്റ്റായിട്ട് ഓവനിൽ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ലോങ് കൊണ്ടുപോകാനുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡെക്കറേഷൻസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ ഒരു ഡൈനോ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജ് ഡെക്കറും ഡൈനോ തീമിൽ തന്നെ ആയതുകൊണ്ട് ഫുൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്